എല്ലാവർക്കും സക്സസ് അക്കാഡമി കൊച്ചി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് SSC RRB PYQ സീരീസിലെ ക്വസ്റ്റ്യൻ ചെയ്താലോ? റെഡിയാണോ എല്ലാവരും? ഗൈസ്, ലെറ്റ്സ് ഡു ഇറ്റ്. അനുജ ആൻഡ് നന്ദന ട്രാവൽ ഫ്രം പോയിന്റ് P to Q. പിയിൽ നിന്ന് ക്യൂയിലേക്ക് അനുജ നന്ദനയും ട്രാവൽ ചെയ്തു. അനുജ ആൻഡ് നന്ദന ട്രാവൽ ചെയ്തു. ഓക്കെ, ഡിസ്റ്റൻസ് എത്രയാണ്? 72 കിലോമീറ്റർ ആണ്. 72 കിലോമീറ്റർ ആണ് എന്ത്? പിയിൽ നിന്ന് ക്യൂയിലേക്കുള്ള ദൂരം. ആൻഡ് അവരുടെ സ്പീഡ് അറ്റ് ദ റേറ്റ് ഓഫ് 8 km/h 10 km/h. ആർക്കാ സ്പീഡ് കൂടുതൽ? രണ്ടാമത്തെ ആൾക്ക്, നന്ദനക്കാണ് സ്പീഡ് കൂടുതൽ. നന്ദനയുടെ സ്പീഡ് 10 km/h, അനുജറ 8 km/h. ഓക്കെ, രണ്ട് സ്പീഡും കിട്ടി. നന്ദന റീച്ചസ് ഫസ്റ്റ്. അപ്പോൾ സ്പീഡ് കൂടിയ നന്ദന എന്ത് പറ്റും? ആദ്യം ക്യൂവിലെത്തും. ആദ്യം ക്യൂവിലെത്തുന്ന ആരാണ്? നന്ദന ആദ്യം എത്തി. നന്ദന ആദ്യം എത്തിയിട്ട് എന്ത് ചെയ്ത്? ആൻഡ് റിട്ടേൺസ് ഇമീഡിയറ്റ്ലി റിട്ടേൺ ചെയ്തു. എന്താണ്? അപ്പം തന്നെ നന്ദന തിരിച്ചു പോന്നു. തിരിച്ചു പോന്നിട്ട് എങ്ങാട്ടാണ് തിരിച്ചു പോകുന്നത്? പിയിലോട്ടാണ് തിരിച്ചു പോകുന്നത്. എന്നിട്ട് മീറ്റ്സ് അനുജ അറ്റ് R. അനുജനെ കണ്ടുമുട്ടി. ക്യൂവിലെത്തി അപ്പം തന്നെ തിരിച്ചിട്ട് പിയിലേക്ക് വരുന്ന വഴിക്ക് അനുജന ആറിൽ കണ്ടുമുട്ടി. ആറിലാണ് അനുജനെയും നന്ദനെയും കണ്ടുമുട്ടിയത്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ കേസിൽ എന്തറിയാവുന്നതിന്? അനുജയും നന്ദനയും ഒരുമിച്ചാണ് തുടങ്ങിയത്. രണ്ടുപേരും കണ്ടുമുട്ടിയതും ഒരുമിച്ചാണ്. നന്ദന ബ്രേക്ക് ഒന്നും എടുക്കാണ്ട് തിരിച്ചപ്പം തന്നെ വന്ന വഴിയാണ്. അപ്പോൾ അതിൽ നിന്ന് ഇത് മനസ്സിലാക്കാം, രണ്ടു പേർക്കും എടുത്ത ടൈമിൻ്റെ റേഷ്യോ, ടൈം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. ടൈം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്താണ്? ഇഫ് ടൈം ഈസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്താണ്? നമുക്കറിയാവുന്ന കേസ് അറിയാലോ, ഡിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡാണ്. അങ്ങനെയാണെങ്കിൽ സ്പീഡിൻ്റെ റേഷ്യോ S1:S2 ആണെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എന്താണ്? S1:S2 ആണ്. കാരണം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ. സ്പീഡിൻ്റെ റേഷ്യോ എന്ത് കിട്ടുന്നോ അത് തന്നെയാണ് ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ. നമുക്കിവിടുത്തെ കേസിൽ അറിയാലോ, സ്പീഡ് അനുജ നന്ദന. അനുജർ എത്രയാണ്? 8ഉം നന്ദനയുടെ 10ഉമാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്യാൻ വേണമെങ്കിൽ എന്താകും? 4:5 ആവൂലേ? ഇതേ സെയിം റേഷ്യോ അല്ലേ ഡിസ്റ്റൻസിനും ഉള്ളത്. ഈ രണ്ട് റേഷ്യോയും 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 4ഉം ഇത് 5ഉം ആകും. സ്പീഡിൻ്റെ റേഷ്യോ 4:5 ആണെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോയും 4:5 ആയിരിക്കും. 4:5 നമുക്ക് ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ 4ഉം 5ഉം എന്താണ്? അനുജയും നന്ദനയും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ അനുജ 4ഉം ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ നന്ദന 5ഉമാണ്. നമുക്ക് ഒന്നാമത്തെ കാര്യം അറിയാലോ, അനുജ എവിടെ തൊട്ട് എവിടം വരെയും ട്രാവൽ ചെയ്ത്? P+R വരെയും ട്രാവൽ ചെയ്ത്. പിയിൽ നിന്ന് R വരെയും ട്രാവൽ ചെയ്ത നന്ദനയല്ല, അനുജയുടെ ഡിസ്റ്റൻസ് ആണ് എന്ത്? 4. നമുക്ക് ആ ഡിസ്റ്റൻസ് അല്ലേ വേണ്ടത്. ആ ഡിസ്റ്റൻസിന് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? പിന്നെ നന്ദൻ എന്തോരം ട്രാവൽ ചെയ്ത്? പിയിൽ നിന്ന് Q വരെയും ട്രാവൽ ചെയ്ത് പ്ലസ് ക്യൂവിൽ നിന്ന് R വരെയും ട്രാവൽ ചെയ്ത്. എന്ത്? അനുജയ്ക്ക് ഇനി 72 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഡിസ്റ്റൻസും കൂടെ നന്ദന ട്രാവൽ ചെയ്ത്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? രണ്ട് പേരും കൂടെ ചേർന്ന് കംപ്ലീറ്റ് ചെയ്തത് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ബോത്ത് ഓഫ് ദം ഈക്വൽ ടു എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു 72 × 2 ആണ്. എന്ന് പറഞ്ഞാൽ 144 കിലോമീറ്റർ ആണ് എന്ത്? രണ്ട് പേരും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. ഒരാളല്ല, രണ്ട് പേരും കൂടി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിൻ്റെ സമ്മാണ് 72 കിലോമീറ്റർ, 144 കിലോമീറ്റർ. നമുക്കറിയാലോ ഡിസ്റ്റൻസിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 144 അതേ ഇത് തന്നെ ഇവിടെയും ഇക്വേറ്റ് ചെയ്യാം. എന്താക്കാം? 9 ആണ് 144 കിലോമീറ്റർ. അതിൽ നിന്ന് 1 ഈക്വൽ ടു എന്ത് വരും? 16 കിലോമീറ്റർ വരും. 1 ഈക്വൽ ടു 16 കിലോമീറ്റർ 1 കിട്ടി. നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ, നമുക്ക് അനുജയുടെ ഡിസ്റ്റൻസ് അല്ലേ വേണ്ടത്. എന്ന് പറഞ്ഞാൽ PR ഈക്വൽ ടു എന്ത് വരും? 64 × 64 നേരത്തെ എഴുതി, 64 അല്ല 16 × 4 ഈക്വൽ ടു 64 കിലോമീറ്റർ ആണ് എന്ത്? പിയിൽ നിന്ന് ആറിലേക്കുള്ള ദൂരം. ആൻസർ എന്താണ്? ഓപ്ഷൻ C. ഓക്കെ അല്ലേ? ഈസി ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പോൾ വലിച്ചു വരെ എഴുതണം നോക്കേണ്ട, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? രണ്ടുപേരും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ടൈം എന്ന് പറഞ്ഞാൽ സെയിം ആണ്.
ടൈം സെയിം ആണെങ്കിൽ അവരുടെ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോവും സ്പീഡിൻ്റെ റേഷ്യോവും സെയിം ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, രണ്ട് പേരും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്തായിരിക്കും, ടോട്ടൽ ഡിസ്റ്റൻസിൻ്റെ ഡബിൾ ആയിരിക്കും. ഇവിടുത്തെ കേസിൽ 72 ആണെങ്കിൽ അതിൻ്റെ ഡബിൾ എന്താണ് 144 ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. സ്പീഡിൻ്റെ റേഷ്യോയുടെ സമ്മായിരിക്കും എന്ത് 144. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ, പക്കയല്ലേ?